എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു മിക്സ് ഇതുപോലെയാണ് ഏകദേശം ഇരിക്കുന്നത്. നല്ല പേസ്റ്റ് രൂപേണ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ഭാഗത്താണോ കറുപ്പുള്ളത് ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. കാരണം നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ചില ഭാഗങ്ങളിലൊക്കെ കറുത്ത പാടുകളുണ്ടാവും അല്ലേ? ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമുക്കാൽ ആളുകൾക്കും നമ്മുടെ ചില പ്രത്യേക ഭാഗങ്ങളിൽ ഭയങ്കര കറുപ്പായിരിക്കും. അതായത് നമ്മുടെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ തുടയുടെ ഇടുക്ക് ഭാഗം വരുന്ന തുടയുടെ ഇടുക്ക് ഭാഗം, അതുപോലെ തന്നെ കക്ഷം, പിന്നെ നമ്മുടെ ഈ ഒരു മുട്ടിന്റെ ഭാഗം, അതുപോലെ തന്നെ ഈ ഒരു കൈ മടക്കിന്റെ ഭാഗം, പിന്നെ കഴുത്ത്, ഇതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ഈ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ക്രീമുകളൊക്കെ വാങ്ങിച്ച് തേങ്ങിച്ച് ഇതൊന്ന് വെളുക്കവും ശ്രമിച്ചിട്ടുള്ളവരാണ് ഒട്ടുമുക്ക ആൾക്കാരും. പക്ഷെ എന്തൊക്കെ ക്രീം തെളിച്ചാലും ശരി, ഇതൊന്നും വെളുക്കാൻ പോകുന്നില്ല. അതിന് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മൾ ഒരുക്കുന്നത്. ഇത് 100% ഇത് വിജയമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് നോക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിന് നമുക്ക് വേണ്ടുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 2-3 ഐറ്റങ്ങളാണ്. മെയിനായിട്ടും ഇത് മഞ്ഞപ്പൊടിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ പൊടിച്ചെടുക്കുന്ന മഞ്ഞപ്പൊടി. പിന്നെ വേണ്ടുന്നത് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ഇല്ലെന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി ആയാലും മതിയാകും. പിന്നെ വേണ്ടുന്നത് കാപ്പിപ്പൊടിയാണ്. കുറച്ച് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം വേണ്ടുന്നത് ഒരു നാരങ്ങ. ഈ ഒരു 4 ഐറ്റം വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളിലെ ഒരു കറുപ്പ് നമ്മൾ മാറ്റാൻ പോകുന്നത്. നാം എല്ലാവർക്കും ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും ഈ ചില ഭാഗങ്ങളിലെ കറുപ്പ്. പലർക്കും അത് പുറത്ത് പറയാൻ ബുദ്ധിമുട്ടായിട്ട് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞിട്ട് പല മെഡിക്കൽ സ്റ്റോറിൽ നിന്നും പല മരുന്നും വാങ്ങി തേച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും മാറത്തില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ്. നമ്മൾ ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്ര അധികം എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ കുറച്ച് മാത്രം മതിയാകും. നമുക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തിൽ പുരട്ടേണ്ട എത്രയുണ്ടോ അത്രയും മതിയാകുന്നതാണ്. നമ്മളൊരു ഒരു ടീസ്പൂൺ എടുക്കുന്നില്ല, അതിൻ്റെ ഒരു പകുതിയോളം എടുക്കുന്നു. ഒരു മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ എടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അതും ഏകദേശം അത്ര അളവ് തന്നെ എടുക്കുകയാണ്. അത്ര അളവ് തന്നെ എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് മാറ്റുന്നു. പിന്നെ വേണ്ടുന്നത് കാപ്പിപ്പൊടി. ഇതും കൂടെ അത്ര അളവ് തന്നെ എടുക്കുന്നു. ഇത് 3 ഇപ്പം നമ്മൾ ഒരുമിച്ച് ആക്കിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മൾ കൊണ്ടുവച്ച നാരങ്ങ. ഈ നാരങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് ലായനിയാക്കാൻ മാറ്റാൻ പോകുന്നത്. ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം. അപ്പം ആദ്യം ഇതൊന്ന് കണ്ടിച്ചെടുക്കാം. നമ്മളിതപ്പം ഈ ഒരു ഭാഗത്തെ നാരങ്ങനകത്ത് പിഴിയാണ്. ബേക്കിംഗ് സോഡ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയൊരു പത പോലൊക്കെ വരും. അതൊന്നും കണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിതൊന്ന് പേസ്റ്റ് രൂപത്തിലാവുന്ന രീതിയിൽ നാരങ്ങ അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു മിക്സ് ഇതുപോലെയാണ് ഏകദേശം ഇരിക്കുന്നത്. നല്ല പേസ്റ്റ് രൂപേണ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ കൈ തന്നെ ഞാൻ കാണിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ് ഞങ്ങളിത് നേരത്തെ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടിരുന്നത്. അതിനുവേണ്ടി ഈ ഒരു ഭാഗം തന്നെ കാണിക്കാം. എൻ്റെ 2 കൈ ചിലപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഇവിടെ ഒരു പാടുമില്ല. നല്ല അത്യാവശ്യം നല്ല വെളുത്തന്നെ ഇരിക്കുകയാണ്. ഇവിടേക്ക് വരികയാണെങ്കിൽ പക്ഷേ കറുത്ത പാടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഈ 2 കൈയിലും വ്യത്യാസം അതാണ്. നമ്മൾ ഈ ഒരു ഇടത് കയ്യിൽ ആ ഒരു പാട് നമ്മൾ മാറുമെന്ന് ആദ്യം ചെയ്ത് നോക്കിയതാണ്. അപ്പം ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇനി അതിനുവേണ്ടി കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു മിശ്രിതം വളരെ കുറച്ച് മാത്രം നമ്മൾ ഈ ഒരു ഇവിടേക്ക് പുരട്ടുകയാണ്. നമുക്ക് ഇടത്ത് കൈ കൊണ്ട് പുരട്ടാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ കുറച്ച് സ്പൂൺ കൊണ്ട് എടുത്തിട്ട് നന്നായിട്ട് അവിടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഏത് ഭാഗത്താണോ കറുപ്പുള്ളത് ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് ഞാൻ പറഞ്ഞെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് ആ കറുപ്പ് വരുന്ന ഭാഗത്തേക്കെല്ലാം ഒന്ന് എത്തുന്ന രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പം ഞാൻ എൻ്റെ ആ കറുപ്പുള്ള ഭാഗത്ത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളെന്തായാലും ഈ ഒരു മിശ്രിതം അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് അത്യാവശ്യം ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് ഇതൊന്ന് മസാജ് ചെയ്യണം. ആ മസാജ് ചെയ്യാൻ നമുക്ക് വേണ്ടത് നമ്മൾ മുമ്പ് പിഴിഞ്ഞ് വെച്ച അതേ നാരങ്ങയുടെ തോട് തന്നെയാണ്. അത് വെച്ച് തന്നെ നമ്മളിതൊന്ന് മസാജ് ചെയ്തെടുക്കാം. വലിയ പണിയൊന്നുമില്ല. നമ്മൾ ആ തേച്ച എവിടെയാണോ നമ്മുടെ കറുപ്പ് ഭാഗം വരുന്നത് അവിടെ തേച്ച ആ ഒരു മിശ്രിതത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു നാരങ്ങയുടെ ഇത് തൊണ്ട് വെച്ച് നമ്മളിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഓരോ ദിവസം 2 ദിവസം കൊണ്ടൊന്നും മാറും നമ്മൾ പറയത്തില്ല. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് 1 മാസമാണ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല ആഴ്ചയിൽ വെറും 2 ദിവസം ചെയ്യാവൂ. അതായത് തിങ്കളാഴ്ച ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു വ്യാഴാഴ്ച വെള്ളിയാഴ്ച ചെയ്യുക. അതിനുശേഷം വീണ്ടും അടുത്ത ആഴ്ച 2 തവണ ചെയ്യുക. അങ്ങനെ 1 മാസം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തുള്ള എത്ര വലിയ കറുത്ത പാടുകളും, അതായത് ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളിലെല്ലാം കറുത്ത പാടുകൾ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ മറ്റൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ഒരു കുട്ടികളൊക്കെ നിങ്ങൾക്ക് BSc നഴ്സിംഗ്, അതുപോലെ പാരാമെഡിക്കൽ, ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾക്കൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യാതൊരു വിധമായ ഏജൻസികൾക്കും 1 രൂപ പോലും കമ്മീഷൻ നൽകാതെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഒരു നമ്പർ ചേർത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് പഠിക്കാനായിട്ട് ആ നമ്പറിൽ നിന്ന് വിളിച്ചാൽ മാത്രം മതി. അപ്പം ആ ഒരു കാര്യം മറന്നു പോകാതിരിക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കഴുകിക്കളയുക. അതായത് നമ്മുടെ പച്ചവെള്ളം ഒഴിച്ച് കഴുകിക്കളയുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള കാര്യമുള്ളത്. അപ്പോൾ വളരെ ചെറിയ സിമ്പിൾ ഒരു വീഡിയോ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായിരിക്കും എന്ന് എനിക്കറിയാം. കാരണം എല്ലാവരും ഇങ്ങനെ ഒരു കാര്യം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും.
അപ്പോൾ ഇത്രയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.